നമുക്ക് എല്ലാവർക്കും വിഷമാവും. ഇനി മുതല് എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ കൂടാം. പച്ചക്കറി അരിഞ്ഞു വെക്കാൻ ഞാനും അച്ഛനും കൂടുന്നതിന് ഒരു കുഴപ്പമില്ല. ആ രാധിക, മുത്തശ്ശിയാ. സ്പീക്കർ ഇട്ടിട്ടെടുക്ക്. ആ മുത്തശ്ശി, എന്തെടുക്ക അവിടെ? സുഖാണോടാ? ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ അച്ഛനും അമ്മയും രാധികയും കൂടി എന്തെടുക്കണമെന്ന് അറിയൂ? എന്താ? ഞങ്ങളെല്ലാരും കൂടെ ഇരുന്നേ ഒരു സദ്യക്കുള്ള പച്ചക്കറി അരിയുക. സദ്യയോ? നാളത്തേക്കോ? എന്താ വിശേഷം? വിശേഷമുണ്ട്. മുത്തശ്ശിയുടെ രാധിക മോള് വലിയൊരു ബിസിനസ്സുകാരിയായി. ഒന്ന് പോടാ അവിടുന്ന്. ഒന്നുമില്ല മുത്തശ്ശി, എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കല്ലേ. വീട്ടിലെ ജോലി കഴിഞ്ഞ അമ്മയ്ക്കും പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നാ പിന്നെ കുറച്ചുപേർക്ക് പൊതിച്ചോറുണ്ടാക്കി കൊടുത്താലോ എന്ന് ആലോചിച്ചു. അപ്പോ അവൻ പറഞ്ഞ സത്യം തന്നെയാ. അതിപ്പോ വലിയ ബിസിനസ് അല്ലേ? ഇന്നാളൊരു ദിവസം എവിടെയോ പോകുമ്പോ ഞാൻ കണ്ടു ഒരു മലയോളം പോകുന്ന തരത്തില് പൊതിച്ചോറ് ഇരിക്കുന്നത്. ഇതൊക്കെ ആര് വാങ്ങിച്ച് തീർക്കുമെന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്തു. തിരിച്ചു വരുമ്പോ ആ കൂട്ടത്തില് ഒരെണ്ണം പോലും കാണാനുമില്ല. ആ, അങ്ങനെ ഒരു ശ്രമ ഇവിടെ എന്റെ ശ്രീമതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നടക്കട്ടടാ. രാധിക മോളുടെ കൈ കൊണ്ട് എന്തെങ്കിലും പാചകം ചെയ്ത് ഒരാൾക്ക് കൊടുത്താലേ അയാള് പിറ്റേ ദിവസം ആ സ്ഥലം അന്വേഷിച്ചു വരും. അവളുടെ കൈപ്പുണ്യം എനിക്കറിയാവുന്നതല്ലേ. തിരുമേനി ഉണ്ടോ അവിടെ? ഉണ്ട് ഉണ്ട്. ഞങ്ങളെല്ലാരും കൂടി അങ്ങനെ സംസാരിച്ചിരിക്കായിരുന്നു. നന്നായി. എത്ര ഇല്ലായ്മയിലും ഒന്നിച്ചിരിക്കാനും സംസാരിക്കാനും കഴിയുന്നുണ്ടല്ലോ. കണിമംഗലത്തടക്കം പല കുടുംബങ്ങളിലും നഷ്ടപ്പെട്ടു പോയത് അതാണ്. അതിന്റെ ഫലങ്ങൾ തന്നെയാ ഓരോരുത്തർ അനുഭവിക്കുന്നത്. യശോദയോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എല്ലാരോടും മിണ്ടിയിട്ട് നിന്നോടായിട്ടൊന്നും പറഞ്ഞില്ലാന്ന് വേണ്ട. എന്റെ കുട്ടികളെ നന്നായിട്ട് നോക്കണേ. അവർക്കിവിടെ ഒരു കുറവും ഉണ്ടാവില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ അവര് സന്തോഷത്തോടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. മതി മോളെ രാധികേ. എന്നിട്ടാണോ നീ അറിയില്ല എന്ന് പറഞ്ഞേ? പുറത്തുനിന്ന് പണിക്കാരൻ നിർത്തിയാ പോലുവേ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യില്ല. ചെറിയമ്മേ, ഇപ്പൊ തന്നെ വരാട്ടോ. ചെയ്യങ്ങോട്ട്. ഓ എന്റെ അടുത്തും തുടങ്ങി.
എന്താ മോളെ ക്ഷീണിച്ചോ? ഇപ്പൊ എങ്ങനെയുണ്ട്? രണ്ടാളും ഒരു കുടയും പിടിച്ച് നടന്നിരുന്നതല്ലേ? ഒന്നിച്ചു ജോലി ചെയ്യാനിരുന്നിട്ട് അവളുടെ നടുവെട്ടിയത് കണ്ടോ? വെട്ടും. കുനിഞ്ഞു നിന്ന് പണിയെടുത്ത മുതലാളിമാരുടെ നടുവെട്ടും. അതിനാ അവര് പണിക്കാരെ വച്ചിരിക്കുന്നു. പത്മിനിയെ കൊണ്ട് എന്നെ കൊണ്ടും അവള് ജോലി ഏൽപ്പിക്കുമ്പോ അതിനൊപ്പം നിൽക്കാനും ചിരിക്കാനും നീയും ഉണ്ടായിരുന്നല്ലോ. എന്നിട്ടിപ്പം നിന്റെ സ്ഥിതി എന്താ? സ്നേഹത്തിൽ പറഞ്ഞാലും ദേഷ്യത്തിൽ പറഞ്ഞാലും പണി പണി തന്നെയാണ് മോളെ. കിളച്ചോ കിളച്ചോ, നന്നായിട്ട് കിളച്ചോ. നിനക്ക് വേണ്ടതേ ഞങ്ങൾ ആരും തരേണ്ട കാര്യമില്ല. കൂടെ നടന്നിരുന്ന ഉർവശി തന്നെ തരും. ഇനി നീ നോക്കിക്കോ മോളെ, നീ എത്ര ചിരിച്ചോ അത്രയും തന്നെ കരയും ചെയ്യും. ഉർവശി നിന്നെ കരയിപ്പിക്കും. തലയൊന്നും ഉയർത്താൻ ശേഷിയില്ലാതെ മുഖം പൊത്തിയിരുന്ന് നീ കരയുന്നത് ഞങ്ങൾ കാണും. അത്ര നൊന്തിട്ടാ ഞാനീ പറയുന്നേ. അവള് വരുമ്പോഴേക്കും ചെയ്തു തീർത്തോ, അല്ലെങ്കിൽ കണിമംഗലത്ത് നിനക്ക് സ്ഥാനം ഉണ്ടാവില്ല. ഓ